ഇൻഡിഗോ കമ്പനിക്കെതിരെയും സിഇഒ പീറ്റർ എൽബേഴ്സിനെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചന വ്യോമയാന മന്ത്രാലയം നൽകി കഴിഞ്ഞിരിക്കുന്നു. പുതിയ FDTL ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിലും സർവീസുകൾ പുനഃക്രമീകരിക്കുന്നതിലും കമ്പനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ പിഴവുകളാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പീറ്റർ എൽബേഴ്സ് ഏറ്റുപറഞ്ഞത്. അതിനു പിന്നാലെ തന്നെയായിരുന്നു ആ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് DGCA നൽകിയത്. ഇന്ന് വൈകിട്ടിനകം തന്നെ മറുപടി നൽകണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടിയായിരിക്കും പീറ്റർ എൽബേഴ്സിനെതിരെ ഉണ്ടാകുക. പ്രത്യേകിച്ചും അയാളെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതടക്കം കമ്പനി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ വലിയ പിഴ ഈ ഇൻഡിഗോ കമ്പനിക്കെതിരെ ചുമത്തിയേക്കാം വ്യോമയാന മന്ത്രാലയവും അതുപോലെ തന്നെ DGCAയും. എന്താണ് പ്രതിസന്ധി എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഒരു 4 അംഗ കമ്മിറ്റിയെ DGCA നിയോഗിച്ചിരുന്നു. ഇന്ന് രാത്രി 8 മണിക്കകം തന്നെ ബാധിക്കപ്പെട്ട യാത്രക്കാർ, അതായത് റദ്ദാക്കപ്പെട്ട ടിക്കറ്റുകൾക്കെല്ലാം മുഴുവൻ റീഫണ്ട് നൽകിയിരിക്കണം. അടുത്ത 2 ദിവസത്തിനകം തന്നെ നഷ്ടപ്പെട്ട ബാഗേജുകൾ കണ്ടെത്തി നൽകണം, റീഷെഡ്യൂളിംഗ് കാര്യങ്ങൾ പൂർത്തിയാക്കണം. അങ്ങനെയുള്ള ഡെഡ് ലൈനും നൽകിയിട്ടുണ്ട്. 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള എല്ലാ ടിക്കറ്റുകൾക്കും റീഫണ്ട് ഉണ്ടാവും. ആവശ്യമെങ്കിൽ സൗജന്യമായി റീഷെഡ്യൂളിംഗ് ചെയ്യാം എന്നുള്ള കാര്യം ഇതിനോടകം ഇൻഡിഗോയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ടിക്കറ്റ് നിരക്കുകളിലെ വർധന, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. ഇപ്പം പ്രധാനമായിട്ടും ഇൻഡിഗോയുടെ പ്രതിസന്ധിയും അതുപോലെ ഇപ്പോൾ എയർ ഇന്ത്യയും അതുപോലെ മറ്റ് സ്പൈസ് ജെറ്റും ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ നടത്തുന്ന ആകാശ കൊള്ളയും ചർച്ചയാകുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.